കേരളത്തിൽ ഇപ്പോഴും ശവക്കുഴി വെട്ടുന്ന ഒരേ ഒരു സ്ത്രീയാണ് അവർ. 50 വർഷമായി മഞ്ഞുമാതാ പള്ളിയിൽ ശവക്കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പാതിരാത്രിയിലായാലും മരണം വന്ന് വിളിച്ചാൽ ബേബി ചേച്ചി അപ്പോൾ അവിടേക്ക് ഓടിയെത്തുന്നുള്ളതാണ്. 14-ാം വയസ്സിലാണ് ബേബി ചേച്ചി ഈ ശവക്കുഴി വെട്ടുന്ന ജോലി ഏറ്റെടുക്കുന്നത്. 7-ാം വയസ്സിൽ അവസാനമായിട്ട് അച്ഛനും അമ്മയ്ക്കൊപ്പം മെഡ്രാസിലേക്ക് പോയി. അതാണ് അവർ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു യാത്ര. മറ്റൊന്ന് ശാന്തമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളമായി 45 പശുക്കൾക്കൊപ്പം ഒരു തൊഴുത്തിലാണ് അവർ താമസിക്കുന്നത്. മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉള്ള കാര്യം ശാന്തമ്മയ്ക്ക് അറിയ പോലുമില്ല. മൊത്തം 7 പേര്, 7 ജീവിതാനുഭവങ്ങൾ, 7 പേർക്കും ഒരുപാട് കഥ പറയാനുള്ള അമ്മമാരാണ്. ഇപ്പോഴും ഒരുപാട് പേർക്ക് പുതിയ തലമുറയ്ക്ക് വരെ വഴികാട്ടികളായ അല്ലെങ്കിൽ ജീവിതം പ്രചോദനമാകുന്ന അമ്മമാരെയാണ് നമ്മൾ ദുബായിലേക്ക് എത്തിക്കുന്നത്. വീട്ടിൻ്റെ ഉള്ളിലായിപ്പോയ ആളുകൾ, അതായത് അവരുടെ സാഹചര്യമായിരിക്കും, ചിലപ്പം കല്യാണം അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ പാരൻസിനെ നോക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ ഒതുങ്ങിപ്പോയ ആളുകൾക്ക് ഒരവസരം കൊടുക്കുക. അത് വേൾഡ് വൈഡായിട്ട് തന്നെ എല്ലാ മലയാളികൾക്കും റീച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഞങ്ങൾ കണക്റ്റായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ അരുൺ ഭായി പറഞ്ഞപ്പോൾ ഏകദേശം ഒരു കണക്റ്റായിട്ടാണ് ഇതുള്ളത്. മോംസ് ആൻഡ് വൈഫ്സും അമ്മക്കൊപ്പം എന്ന് പറയുന്നതും രണ്ടും എന്നൊരു അവസരം കൊടുക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും അവരിവിടെ ചിലപ്പം വരുന്നുണ്ടാവും. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എന്നത്തേക്കാണ് വരാനുള്ള ഒരു ഡേറ്റ് ഒക്കെ ആയോ, എന്താണെന്നുള്ള കാര്യം ഒന്ന് പറയാം. ജീവിതത്തിൽ ഒരു 5 ദിവസം ഒരു 5 സ്റ്റാർ ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. ജൂൺ 25-ാം തീയതിയാണ് അമ്മമാർ വരുന്നത്. അവര് 30-ാം തീയതി വരെ ഉണ്ടാവും. എങ്ങനെയാണ് എഡിറ്റോറിയൽ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലാക്കുന്നത്? ഇപ്പൊ നമ്മളേതാണ്ട് 80 ആൾക്കാരുടെ വിവാഹം, ഭിന്നശേഷിക്കാരായ ആൾക്കാരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മാംഗല്യത്തിൽ നമ്മൾ കല്യാണം കഴിപ്പിച്ചുകൊണ്ട്. കഴിഞ്ഞ തവണ മഹാമാരിയിൽ മരിച്ചുപോയവരുടെ മക്കൾക്ക് നമ്മൾക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പിന്തുണയ്ക്കാൻ ആള് വേണം. ആശയങ്ങളുണ്ട്, അത് നടപ്പിലാക്കാനുള്ള പിന്തുണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മനസ്സിലാക്കി.